അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ദുൽഖറിന്റെ പുതിയ സിനിമയിൽ അവസരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതായിട്ടാണ് പരാതി. നീ ഒറ്റൊരുത്തം കാരണം മാനവ മര്യാദയ്ക്ക് ജീവിക്കുന്ന എനിക്ക് മനസമാധാനത്തോടെ വഴി നടക്കാൻ പറ്റാണ്ടായി. എന്തിനാണ് ആളുകളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കണേ? ചിത്രത്തിലെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറാണ് ഇത്തരത്തിൽ പീഡിപ്പിക്കാൻ ശ്രമിച്ചതെന്നാണ് എറണാകുളം സ്വദേശിയായിട്ടുള്ള യുവതി കൊച്ചി സൗത്ത് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ഈ നാറി എനിക്ക് ചെറുപ്പം തൊട്ടേ അറിയാം. ഇവനെക്കാളും വലിയ വായി നോക്കി ഈ പഞ്ചായത്തിൽ വേറെ ഉണ്ടാവില്ല. ഇവന്റെ വീട്ടില് ഫോട്ടോഷോപ്പ് നല്ല വെളിച്ചെണ്ണ വാങ്ങാൻ പോലും നീ വന്നു നാട്ടുകാർ കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ അപമാനം വേറെ ഉണ്ടാവില്ല. യുവതി നമ്മോടൊപ്പം ചേരുകയാണ്. എന്താ സംഭവിച്ചത്? പറഞ്ഞോളൂ, ധൈര്യത്തിൽ പറഞ്ഞോളൂ. ഞാൻ ഫിലിമിൽ വർക്ക് ചെയ്തു വരുമായിരുന്നു. അപ്പോൾ ദിനിൽ ബാബു എന്ന് പറഞ്ഞിട്ട് അസോസിയേറ്റ് ഡയറക്ടറാണ് പുള്ളി. എന്താ ഉറക്കം വരുന്നു. എൻ്റെ ലൊക്കേഷനിൽ വെച്ച് ഇതുപോലെ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ച് റൂമിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ഇതാക്കി. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. ഇങ്ങനെ ഒരു പല നാള് ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന് കയറിപ്പോയി മാത്തച്ഛനോട് ഞാൻ മാപ്പി ചോദിക്കുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് രാത്രിയൊക്കെ ഇങ്ങനെ വിളി മെസ്സേജ് ആയപ്പോൾ ഇതായിരുന്നു. പിന്നെ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഭയങ്കരമായിട്ട് മെസ്സേജ് അയക്കലോ, കാണാൻ പറ്റുമോ. മാത്തച്ഛൻ സമാധാനിക്കുക, നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. പരിഹാരം? എന്ത് പരിഹാരം? പോക്കിരിത്തരം കാണിച്ചിട്ട് പരിഹാരം ഉണ്ടാക്കുക. ആ പണ്ടാറക്കാരനെ കിട്ടി അവന്റെ കയ്യിൽ കാലം തല്ലി പിടിക്കും. പിന്നെ അവൻ ജീവിതത്തെ ആരും ഉമ്മ വെക്കില്ല. ലാസ്റ്റ് ഞാൻ സൈഡ് കഴിഞ്ഞപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചു. ഓളെടുത്ത് കഴിയുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ദുൽഖറിന്റെ പുതിയ ഫിലിം തുടങ്ങുന്നുണ്ട്, അപ്പൊ അതിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് കാണാൻ പറ്റുമോ, അതിന് വേണ്ടിയിട്ടാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. എനിക്കിപ്പോ കണ്ടക ശനിയാണെന്ന് ജോത്സ്യം പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. ഇപ്പൊ ബോധ്യായി, ശനി മീശയും വെച്ച് വന്നിരിക്കുക നിന്റെ രൂപത്തിൽ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ആള് താഴെ വന്ന് എന്നെ ഓഫീസിന്റെ അങ്ങോട്ടൊന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയിട്ട് ആ ബിൽഡിങ്ങിൽ തന്നെയുള്ള വേറെ റൂമിലേക്ക് എന്നെ കൊണ്ടുപോയത്. റൂമിന്റെ അകത്തേട്ട് കയറി കഴിഞ്ഞപ്പോ തന്നെ ഇയാൾ അകത്തേറി ഡോർ ലോക്ക് ചെയ്തു. ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഇവിടെയുള്ള മറ്റുള്ളവരെ പോലെയല്ല, ആത്മാർത്ഥതയുള്ള കൂടുതലാണ്. ഇങ്ങോട്ടൊരു ഉപകാരം ചെയ്യുകയാണെങ്കിൽ തിരിച്ചങ്ങോട്ടും ഞാൻ ഉപകാരം ചെയ്യും. പറഞ്ഞപ്പോഴത്തേക്ക് ആളെന്റെ ആ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ആളെന്നെ കയറി പിടിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ ഞാൻ വേഗം തള്ളി മാറ്റിയിട്ട് ഞാൻ എന്താ പറയാ ഓടി ബാത്റൂമിന്റെ അകത്ത് കയറി ഡോർ അടച്ചു. എല്ലാവരും ഞാനിപ്പോ ചെന്നില്ലായിരുന്നു, എന്തായാലും എന്താ പറയാ എനിക്ക് ഇഷ്ടം പോലെ പെണ്ണുങ്ങളെ കിട്ടും. ഇതിന് നീ നിന്നില്ലെങ്കിൽ നിനക്ക് ഇനി മലയാള സിനിമയിലും നല്ല സിനിമയിലെ നിനക്ക് ഒരു ഇതും ഉണ്ടാവില്ല. മര്യാദയ്ക്ക് ഇവിടെ കഴിഞ്ഞില്ലേ എല്ലാത്തിനും ഞാൻ വിഷം തന്നു കൊല്ലും. ഇതെല്ലാം കത്തിച്ച് കളഞ്ഞിട്ട് ഞാൻ ചാവും.